അമേരിക്കയിൽ താമസിക്കുന്ന പ്രവാസി മലയാളികൾക്കും മറ്റ് വിദേശ പൗരന്മാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE ഉദ്യോഗസ്ഥർക്ക് ബോഡി ക്യാമറ നിർബന്ധമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അറസ്റ്റ്, പരിശോധന, വാറന്റ് നടപ്പാക്കൽ തുടങ്ങിയ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ക്യാമറയിൽ രേഖപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യം ഉയരുകയാണ്. ഈ ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക്, കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അഭിഭാഷകർക്കും എപ്പോൾ ലഭിക്കും? ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. പുതിയ പോളിസിയിൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ICE നേതൃത്വത്തിന് വലിയ വിവേചനാധികാരം നൽകുന്നതിനെ കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. എന്താണ് ഈ പുതിയ ബോഡി ക്യാമറ പോളിസി? പ്രവാസി മലയാളികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ ബോഡി ക്യാമറ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ICE ഉദ്യോഗസ്ഥർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോഴോ പരിശോധന നടത്തുമ്പോഴോ മറ്റ് എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കുമ്പോഴോ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോയായി രേഖപ്പെടുത്തുകയാണ് ബോഡി ക്യാമറയുടെ പ്രധാന ഉദ്ദേശം. ഇതിലൂടെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ തെറ്റായ ആരോപണം ഉയർന്നാൽ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാനും വീഡിയോ സഹായിച്ചേക്കാം. എന്നാൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്നത് മാത്രം കൊണ്ട് ആ ദൃശ്യങ്ങൾ ഉടൻ പൊതുജനങ്ങൾക്ക് ലഭിക്കും എന്നില്ല. ഇവിടെയാണ് പുതിയ പോളിസിയെക്കുറിച്ചുള്ള പ്രധാന ആശങ്ക ഉയരുന്നത്. പ്രത്യേകിച്ച് ഗുരുതരമായ ബലപ്രയോഗം, പരിക്ക്, മരണം തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിടുന്നതിൽ ഏജൻസിയുടെ താൽപര്യം, അന്വേഷണം, സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാനുള്ള അധികാരം ICE നേതൃത്വത്തിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായാലും അത് എപ്പോൾ പുറത്തുവരുമെന്ന കാര്യത്തിൽ കാലതാമസം ഉണ്ടായേക്കാം. ഇതിനെതിരെ ചില ഇമിഗ്രേഷൻ അഡ്വൈസറി ഗ്രൂപ്പും സിവിൽ റൈറ്റ്സ് ഓർഗനൈസേഷനും സുതാര്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ചോദ്യം ഇതാണ്: ഒരു ഉദ്യോഗസ്ഥന്റെ നടപടിയെക്കുറിച്ച് ഗുരുതരമായ പരാതികൾ ഉണ്ടാകുമ്പോൾ സംഭവത്തിന്റെ പൂർണ്ണമായ വീഡിയോ ബന്ധപ്പെട്ട വ്യക്തികൾക്കും അവരുടെ അഭിഭാഷകർക്കും എത്ര വേഗത്തിൽ ലഭിക്കും? ഇതാണ് ഈ വിഷയത്തിലെ പ്രധാന ചർച്ചയും. ഇനി അമേരിക്കയിലെ പ്രവാസി മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നിങ്ങൾ ICE ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, ശാന്തത പാലിക്കുക. ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുകയോ ശാരീരികമായി എതിർക്കുകയോ ചെയ്യരുത്. രണ്ടാമതായി, നിങ്ങൾക്ക് നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ അറ്റോർണിയെ ബന്ധപ്പെടുക. പ്രത്യേകിച്ച് നിങ്ങളുടെ വിസ സ്റ്റേറ്റസ്, ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ, അസൈലം കേസ്, ഇമിഗ്രേഷൻ കോർട്ട് കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഒരു ക്വാളിഫൈഡ് ഇമിഗ്രേഷൻ അറ്റോർണിയുടെ കോൺടാക്ട് ഇൻഫർമേഷൻ കൈവശം വെക്കുന്നത് നല്ലതാണ്. മൂന്നാമതായി, ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട്ടിൽ പരിശോധന നടത്താൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഏത് തരത്തിലുള്ള വാറന്റ് ആണ് ഉള്ളതെന്ന് ചോദിക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. എല്ലാ ICE വാറന്റും ഒരുപോലെയല്ല. ജുഡീഷ്യൽ വാറന്റ് ആണോ അഡ്മിനിസ്ട്രേറ്റീവ് ഇമിഗ്രേഷൻ വാറന്റ് ആണോ എന്നതിൽ നിയമപരമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു രേഖ കണ്ട ഉടൻ തന്നെ ഇത് കോടതി വാറന്റ് ആണെന്ന് കരുതരുത്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റോർണിയുമായി ബന്ധപ്പെടുക. നാലാമതായി, ചോദ്യം ചെയ്യലിനിടെ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കാനുള്ള അവകാശം ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇമിഗ്രേഷൻ കേസിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ മറുപടി നൽകുന്നതിന് മുൻപ് ഒരു അഭിഭാഷകന്റെ സഹായം തേടുന്നത് സുരക്ഷിതമാണ്. എന്നാൽ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് സംബന്ധിച്ച നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. അതിനാൽ ഒന്നും പറയേണ്ടതില്ല എന്ന പൊതുവായ നിയമം പോലെ ഇതിനെ കാണരുത്. അഞ്ചാമതായി, ഉദ്യോഗസ്ഥർ നൽകുന്ന രേഖകൾ മനസ്സിലാക്കാതെ ഒപ്പിടരുത്. പ്രത്യേകിച്ച് രാജ്യം വിടൽ, വോളണ്ടറി ഡിപ്പാർച്ചർ, റിമൂവൽ തുടങ്ങിയ ഇമിഗ്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചാൽ അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ അഭിഭാഷകന്റെ സഹായം തേടുക. ഇനി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചും ശ്രദ്ധിക്കണം. അമേരിക്കയിൽ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസറിനെ അവരുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിനിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഫസ്റ്റ് അമെന്റ്മെന്റ് അവകാശത്തെക്കുറിച്ച് കോടതികൾ അംഗീകരിക്കപ്പെട്ടുള്ള സംരക്ഷണങ്ങൾ ഉണ്ട്. എന്നാൽ ഇത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല. സുരക്ഷാ നടപടികളെ തടസ്സപ്പെടുത്തുകയോ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത്. അതുകൊണ്ട് സുരക്ഷിതമായ അകലം പാലിച്ച് നിയമപരമായ പരിധിക്കുള്ളിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാവൂ. സ്വന്തമായി റെക്കോർഡ് ചെയ്ത വീഡിയോ സംഭവത്തെക്കുറിച്ചുള്ള തെളിവായി പിന്നീട് ഉപയോഗിക്കാനാകുമോ എന്നത് കേസിന്റെ സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോഡി ക്യാമറ ഉള്ളതുകൊണ്ട് ICE ഉദ്യോഗസ്ഥൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല എന്നല്ല. അതുപോലെ തന്നെ ബോഡി ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടായാൽ എല്ലാ കേസുകളും അത് നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാനാകുമെന്നും ഉറപ്പില്ല.
അതുകൊണ്ട് ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് കൃത്യമായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ. നിങ്ങളുടെ വിസ എക്സ്പയറി ഡേറ്റ്, I-94, വർക്ക് ഓതറൈസേഷൻ, ഗ്രീൻ കാർഡ്, ഇമിഗ്രേഷൻ കോഡ് ഡോക്യുമെന്റ് തുടങ്ങിയവയുടെ കോപ്പികൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ഇമിഗ്രേഷൻ കേസിന് എന്തെങ്കിലും മാറ്റം വന്നാൽ അത് അവഗണിക്കരുത്. ICE നോട്ടീസ്, കോർട്ട് നോട്ടീസ്, USCIS ലെറ്റർ എന്നിവ ലഭിച്ചാൽ സമയപരിധി കൃത്യമായി പരിശോധിക്കുക. അമേരിക്കയിലെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ അറിയുന്നതും നിങ്ങളുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ഇടപെടേണ്ട സാഹചര്യം വന്നാൽ നിയമപരമായി സഹകരിക്കുക, ശാന്തത പാലിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന രേഖകൾ മനസ്സിലാകാതെ ഒപ്പിടരുത്. ആവശ്യമെങ്കിൽ ഉടൻ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുക. അമേരിക്കയിലെ ICE എൻഫോഴ്സ്മെന്റ്, ഇമിഗ്രേഷൻ റൂൾസ്, വിസ, ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ് തുടങ്ങിയ വിഷയങ്ങളിലെ ഏറ്റവും പുതിയ വാർത്തകൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.